എടാ മോനെ. ഹേ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഹൗ ആർ യു ഗൈസ്? എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒന്ന് ജസ്റ്റ് തിരുവനന്തപുരത്തോട്ട് പോവുകയാണ്. വേറെ ഒന്നുമല്ല, ഇന്ന് നമ്മൾ ആവേശം കാണാൻ പോവുകയാണ്. സോ ആവേശം കാണാൻ വേണ്ടി നല്ല എക്സൈറ്റഡ് ആണ്. നല്ല കോമഡി മൂവി എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. ഇതുവരെ ഞാൻ റിവ്യൂസ് ഒന്നും അങ്ങനെ ഇതുവരെ കണ്ടില്ല കേട്ടോ. ഞാൻ ഇപ്പൊ ഏതെങ്കിലും സിനിമ കാണാൻ പോകുന്നൊന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂസ് ഒന്നും കാണൂല. അപ്പൊ ഇവിടെ നിന്ന് പോകുന്നത് ഞാനും അനന്തനും അഭിഷേകം കൂടെ ആയിട്ടാണ്. അനന്ത ഇപ്പം വീട്ടിലോട്ട് വരും, അവിടെ നിന്ന് വണ്ടിയിൽ വരും. വണ്ടി വെച്ചിട്ട് ഇവിടെ നിന്ന് നേരെ സ്റ്റാൻഡിൽ ചെന്നിട്ട് അവിടുന്ന് പിന്നെ അഭിഷേകമൊക്കെ ആയിട്ട് നമ്മൾ നേരെ സിനിമ കാണാൻ പോകുന്നത് ഏരിയസ് ഫ്ലെക്സിലാണ്. അപ്പൊ ചേട്ടനൊക്കെ ഇന്നലെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല കോമഡി മൂവി എന്നാണ് പറഞ്ഞത്. സോ 2 ദിവസം മുമ്പ് ഞാൻ ഇവിടെ ആക്കുളത്ത് പോയിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു വ്ളോഗും കൂടെ വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ. എന്തായാലും അപ്പൊ ഇനി ആനന്ദം വരട്ടെ, അവൻ വന്നിട്ട് ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാം. വാടാ. പെണ്ണാണോ മോണ? ആരെ പെണ്ണാണോ മോണ്ട? ഞാൻ വിചാരിച്ചു നീ മാത്രമായിരിക്കും പറഞ്ഞത്. അനന്തായി സർപ്രൈസ് ഗസ്റ്റ് വന്നു. ഗസ്റ്റ് റോഡ് പോവാം. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് പോയതില്ലുള്ളൂ. അങ്ങനെ തമ്പാനൂരെത്തി. ചൂടത്ത് നമുക്കൊരു ലൈം കുടിക്കാം. കുറച്ച് ഫ്രഷ് ആയിട്ട് നമുക്ക് തിയേറ്ററിൽ പോവാം. ഇനി സമയമുണ്ട്. അങ്ങനെ നമ്മളത് ലൈമൊക്കെ കുടിച്ച് ഇറങ്ങി. ആവാനത്തെ തൊപ്പിയൊന്നും എടുത്തില്ല, വെയിലത്ത് കിടന്ന് കരിയാണ്. നല്ല ചൂട്. അപ്പൊ നമുക്കിനി നേരെ തിയേറ്ററിൽ പോയിട്ട് 3:30 കൂടെ വരാനുണ്ട്. വിപിനും മാധവും ശ്രീത്തും അമ്മമാര് 3:30 കൂടെ വരാനുണ്ട്. നമുക്ക് തിയേറ്ററിൽ ചെന്ന് വെയിറ്റ് ചെയ്യാം. സിഗ്നലിലോട്ടാ നമ്മുടെ റിസ്കിൽ തന്നെ പറഞ്ഞല്ലടാ. അതെ തന്നെ, ലൈഫ് തന്നെ ഒരു റിസ്ക് ആണല്ലേടാ. നമ്മളത് ഇവിടെ ഏരിയസ് ഫ്ലെക്സിലെത്തി. റോഡൊക്കെ പൊട്ടിപ്പൊളിച്ചിട്ടേക്കാണ്. എടാ മോനെ. മാധവ്, ശ്രീജിത്ത്, ബിബിൻ വന്നു. ബിബിനെ എടാ മോനെ. ബോഡി 1-ലാണ് നമുക്ക് ഷോ. നമ്മുടെ തിയേറ്ററിനകത്തോട്ട് കയറി. 2:45 ഷോ. ഇപ്പൊ പരസ്യമായിട്ട് കാണിച്ചോണ്ടിരിക്കുന്നത്. ഇന്റർവെല്ലായി കേട്ടോ. എങ്ങനെയുണ്ടോ പടം? എടാ മോനെ വിഷയം പടം. ഫസ്റ്റ് ഹാഫ് കിടന്നു, ഒന്നും പറയാനില്ല. വിളിച്ച് തൊണ്ടയെ കടഞ്ഞി. ഇനി ഇറങ്ങുമ്പോ ഏത് കോലത്തിലിരുന്ന് അറിഞ്ഞൂടാ. തരിച്ചിരിക്കണം. രോമാഞ്ചം കൊണ്ട് തരിച്ചിരിക്കുന്നു. അതാണ് ഉദ്ദേശിച്ചത്. നമ്മളെല്ലാരും കോളേജ് അടച്ചതിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. മോനെ കണ്ടില്ലെങ്കിൽ വേസ്റ്റ് ആണ്. ചിരിച്ച് തുടക്കം തൊട്ട് അവസാനം വരെ ചിരിക്കാറുണ്ട്. യൂട്യൂബിലുള്ള ഹിഫ്തരാട്ടുണ്ട്. പിന്നെ ഹരിശ്രീ ഹരിശിവറാം ചേട്ടനുണ്ട്. പിന്നീട് റോഷൻ ചേട്ടനുണ്ട്. ഇൻസ്റ്റയിലൊക്കെ ഉള്ള ഇവര് 3. പിന്നെ വേറൊരു ചേട്ടനെ കൊണ്ടിട്ട് ബിബിനെന്നാണ് കേട്ടോ. ആ ചേട്ടനും യൂട്യൂബിലൊക്കെ ഉള്ളതാണ്. ഇവര് 3 എന്റെ മോന് വിഷയ ആക്ടിങ്ങില്
ഇതിനു മുമ്പ് ഇതിലൊക്കെ ചെയ്തിട്ടുള്ള കണക്കുള്ള ആക്ടിങ്. സത്യം ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നത്. പിന്നെ ഫാഫ റങ്കണ്ണ എന്റെ മോനെ, അതൊരു സാധനം തന്നെ. പാപ്പയുടെ അഴിഞ്ഞാട്ടം എന്റെ പൊന്നെ എന്തോന്ന് പറയേ. ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, ഒരു ഹോളിയുടെ ഫൈറ്റും പിന്നെ ക്വാളിസ് കാറൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. എന്റെ പൊന്നെ അത് ഇതാണ് വേറെ ലെവല്. പിന്നീട് മറ്റേ എടാ പിന്നെ രോമാഞ്ചത്തിലൊക്കെ ഉള്ള മറ്റേ ഒരാളുണ്ടല്ലോ താടിയൊക്കെ വെച്ചിട്ടുള്ള അങ്ങനെ കിടില ക്യാരക്ടർ, അമ്പാടി എന്നുള്ള ക്യാരക്ടർ. സച്ചിൻ കോപ്പ് കിട്ടില്ല. എന്റെ ചിരിച്ച് ഊപ്പാട് വന്ന് തൊണ്ടടഞ്ഞ് ചിരിച്ച്. അതിനൊരു കിടില അപ്പൂപ്പനെ കൊണ്ടിട്ടോ അങ്ങനെ ഫൈറ്റ് തോന്നടേ. മേക്കിംഗ് ഒക്കെ വേറെ ലെവല്, ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക് എല്ലാം വിഷയമാണ് കേടാ. അത് വേറെ ലെവലാണ്. അത് കേൾക്കുമ്പോൾ തന്നെ തൊന്നെ അവിടെ സീറ്റൊക്കെ കിടന്ന് വൈബ്രേറ്റ് ചെയ്യണം, അങ്ങനത്തെ ടൈപ്പ് മ്യൂസിയം ഒക്കെയാണ്. ഓവറോൾ സൂപ്പർ സിനിമയാണ്. ഒരു കോളേജ് ലൈഫ് പിന്നെ അങ്ങനത്തെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കിടിലം പടമാണ് കേട്ടോ. അത് ഞാൻ കൂടുതൽ കഥയൊന്നും പറഞ്ഞ് സ്പോയിലർ ആക്കണില്ല, പോയി കാണേണ്ട സിനിമ തന്നെയാണ്. തിയേറ്റർ വാച്ച് മസ്റ്റ് വാച്ച് സിനിമയാണ്. സിനിമ എങ്ങനെ ഇഷ്ടപ്പെട്ടോ? പിന്നെ എടാ നമുക്ക് ഇവിടെ നിർത്തിയിട്ട് നമുക്ക് ബാംഗ്ലൂർ വല്ലതും എന്തോ കേട്ടില്ല. ഇതുവല്ലോ നിർത്തിയിട്ട് ബാംഗ്ലൂർ വല്ലതും പോയാൽ എന്താ ഈ സിനിമ കണ്ടപ്പോ ബാംഗ്ലൂർ വന്നോടാ? പിന്നെ ഇപ്പോഴും അതിന്റെ ഇത് മാറിയിട്ടില്ല. വിഷയല്ലേ? വർഷങ്ങൾക്ക് ശേഷം സിനിമയിലെ സെക്കൻഡ് ഹാഫ് കൊണ്ട് ഒരുപാട് ചിരിച്ചെന്ന് പറഞ്ഞില്ലേ, ഇത് അതുക്കും മേലാണ് കേട്ടോ. ഇത് അതുക്കും മേലെ വർഷങ്ങൾക്ക് ശേഷം വെറും സാമ്പിള്. അത് തന്നെ, അതില് സെക്കൻഡ് ഹാഫ് കോമഡി ഉണ്ട്, അതിന്റെ അപ്പുറ സാധനമാണ് ഇത്. അങ്ങനെ നമ്മൾ ആ സിനിമയൊക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോവാണ്. ഓവറോൾ പടം എങ്ങനെയാടാ? ഓവറോൾ പടം എങ്ങനെയുണ്ടോ? എന്തോ കിണ്ണം കാച്ചി. അതെന്റെ ഇടയിലത്. ഞാൻ പറഞ്ഞു ഇനി നിനക്ക് ഇവിടെ പൈസ ഇല്ല കേട്ടാ. ഇവനെ നോക്കി വെച്ചത് കേട്ടോ. അഭിഷേക് റംഗാബായി എഫക്ട് നിൽക്കുക, റംഗാബായി വെച്ച് ഇറക്കും. അമ്പാടി ഒതുങ്ങി കേട്ടാ. അമ്പാടി റംഗാബായിയുടെ ആള്. അവൻ പറഞ്ഞ വിളിച്ച ഇവിടെ വരും. പക്ഷെ നമ്മൾ കൂടുതൽ ക്യാരക്ടർ പറഞ്ഞ് സ്പോയിലർ ആക്കണ്ടേ. അപ്പൊ നമുക്ക് ഇനി വീട്ടിൽ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മള് സിനിമയൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലെത്തി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ്. അപ്പൊ അത്രേ ഉള്ളൂ. മറ്റൊരു പുതിയ വീഡിയോ കാണാം. DK സൈനിങ് ഔട്ട്. അടിയടാ അടി പതുക്കെ.